നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. ഒലവക്കോട് താണാവിൽ യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആശ്രിതാക്രമണം. ക്ഷയരോഗ മരുന്നിന് കടുത്ത ക്ഷാമം. ട്രെയിനുകളുടെ വൈകിയോട്ടം ഈ മാസം അവസാനം വരെ തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ച ഫ്ലക്സുകളും കൊടിതോരണങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. വാർത്തകൾ വിശദമായി. ഒലവക്കോട് താണാവിൽ യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആശ്രിതാക്രമണം. ഞാൻ രാവിലെ എണീറ്റ് ലോട്ടറി എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ കാലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ലോട്ടറി എടുക്കുമ്പോൾ ആ സ്ത്രീ മിറ്റം അടിച്ച് കഴിഞ്ഞ് ഇവിടെ അടിച്ചു കഴിഞ്ഞ് വാരിക്കഴിഞ്ഞ് മൂപ്പര് അതിൻ്റെ ഉള്ളിൽ കയറി കടകറന്ന് ലോട്ടറി എടുക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി വന്നുകൊണ്ട് പെട്ടെന്ന് എന്തോ സംസാരിച്ചുകൊണ്ട് മേലെ ആസിഡ് ഒരു വെള്ളം ഒഴിച്ചു. ആസിഡ് പിന്നീട് ഞങ്ങൾക്ക് ആസിഡാണെന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ ആ സ്ത്രീൻ്റെ മുഖത്തും ഇവിടെയൊക്കെ ഒരു പുക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ സ്ത്രീനെ പിടിച്ചുകൊണ്ട് ഇവനെ ഓടുന്ന സമയത്ത് ഇവനെ ഞങ്ങളെ കൂടി പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തി ഈ സ്ത്രീനെ അപ്പോൾ തന്നെ ആശുപത്രിക്ക് ഓട്ടോയിൽ കയറ്റി വിട്ടു. ഒരു 7:15 ഉണ്ടാവും സമയം. അപ്പോൾ തന്നെ ആളുകളൊക്കെ കൂടി അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസുകാർ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായിരുന്നു ഇയാളുടെ ഒരു മാനസികാവസ്ഥ? എങ്ങനെ? ഇയാളുടെ ഒരു മാനസികാവസ്ഥ കൊല്ലണം എന്നുള്ള ബേസിൽ തന്നെയാണ് ഇയാൾ വന്നിരിക്കുന്നത് ഇവിടെ. ഇയാൾ ചെന്നൈ, ഈ സ്ത്രീൻ്റെ ഭർത്താവാണ് ഇയാൾ. ഇത് നമുക്കറിയില്ല, പിന്നെയാണ് അത് അറിയണത്. ഇയാൾ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കണേ, രാത്രി വന്നിട്ട് ഇവിടെ ഇരുന്നിരിക്കുകയാണ്. ഇവിടെ ഈ സ്ത്രീനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു കൂട്ടി കൊല്ലണം എന്നുള്ള എയിമിൽ തന്നെ വന്ന് ഇരുന്നിരിക്കുകയാണ്. ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനി ബർഷീനയ്ക്ക് നേരെയാണ് ഇന്ന് രാവിലെ 7 മണിയോടെ ആസിഡ് ആക്രമണം ഉണ്ടായത്. ബർഷീനയുടെ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനെ പാലക്കാട് നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖത്ത് സാരമായി പൊള്ളലേറ്റ ബർഷീന പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആക്രമണം നടത്തിയ കാജ ഹുസൈനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ലോട്ടറി കച്ചവടം കൊണ്ടാണ് ബർഷീന ജീവിതം തള്ളി നീക്കുന്നത്. സർക്കാർ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും മുഖേന നൽകുന്ന ക്ഷയരോഗത്തിന്റെ മരുന്നിന് കടുത്ത ക്ഷാമം. മിക്ക സ്ഥലങ്ങളിലും മരുന്ന് ലഭിക്കാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്ത് ശരാശരി ഓരോ വർഷവും പുതുതായി 20,000 ക്ഷയരോഗികളാണ് ഉണ്ടാവുന്നത്. 6 മാസം മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് ഇവർക്ക് നിർദ്ദേശിക്കുന്നത്. റിഫാംപിസിൻ, ഐസാനിയോസൈഡ്, പൈറാസിനോമൈഡ്, എത്താംബ്യൂട്ടോൾ എന്നീ 4 മരുന്നുകളും ഒന്നിച്ച് മൾട്ടി ഡ്രഗ്സ് തെറാപ്പിയാണ് നൽകുന്നത്. ഇത് മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമല്ല. ആദ്യത്തെ 56 ദിവസത്തെ തീവ്രഘട്ട ചികിത്സയ്ക്ക് ശേഷം 112 ദിവസത്തെ തുടർഘട്ടമാണുള്ളത്. ഇതിനുശേഷം നടത്തുന്ന പരിശോധനയിൽ രോഗം മാറിയില്ലെങ്കിൽ വീണ്ടും മരുന്ന് നൽകണം. തുടർച്ച ഘട്ടത്തിലുള്ള മരുന്നിനാണ് ക്ഷാമം നേരിട്ടത്. ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ് മരുന്ന് എത്തിച്ചു നൽകുന്നത്. എന്നാൽ ഇപ്പോൾ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും മരുന്നില്ലാതായതോടെ രോഗികളോട് പലയിടത്തും ജില്ലാ ക്ഷയരോഗ ആശുപത്രിയിൽ എത്താനാണ് നിർദ്ദേശിക്കുന്നത്. നിലവിൽ അവിടെ നിന്നും രോഗികളുടെ തൂക്കത്തിനനുസരിച്ച് ലൂസ് മെഡിസിൻ നൽകുകയാണ് ചെയ്യുന്നത്. 5 ദിവസത്തേക്ക് മാത്രമാണ് ഇങ്ങനെ മരുന്ന് നൽകുന്നത്. മരുന്ന് മുടങ്ങിയാൽ മരുന്നിനെ പ്രതിരോധിക്കുന്ന മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആയി മാറും. അങ്ങനെ വരുമ്പോൾ രോഗം മാറാൻ കൂടുതൽ കാലം മരുന്ന് കഴിക്കേണ്ടി വരും. സെൻട്രൽ TB ഡിവിഷനിൽ നിന്നാണ് സംസ്ഥാനത്തെ ക്ഷയരോഗികൾക്കുള്ള മരുന്ന് നൽകിയിരുന്നത്. മരുന്നിന്റെ കുറവ് 3 മാസം മുൻപ് സെൻട്രൽ TB ഡിവിഷൻ സംസ്ഥാനങ്ങളെ അറിയിച്ചതാണ്. ഫണ്ട് ലഭ്യതയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തട്ടി മരുന്ന് വാങ്ങുന്നത് നീണ്ടുപോയതാണ് ക്ഷാമം രൂക്ഷമാക്കിയത്. ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേന 51 ലക്ഷം രൂപ ലഭ്യമാക്കി മരുന്ന് എത്തിച്ചിട്ടുണ്ടെന്നും അടുത്ത ദിവസം ജില്ലകളിൽ എത്തിക്കുമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു. പാത നവീകരണം. ട്രെയിനുകൾ പിടിച്ചിടുന്നത് 3.5 മണിക്കൂർ വരെ. വന്ദേ ഭാരതിനും നിയന്ത്രണം. ഷൊർണൂരിൽ ഭാരതപ്പുഴ പാലത്തിന്റെ ഗർഡർ ട്രാക്ക് മാറ്റം ഉൾപ്പെടെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തികളെ തുടർന്നുള്ള വിവിധ ട്രെയിനുകളുടെ വൈകിയോട്ടം ഈ മാസം അവസാനം വരെ തുടരും. ട്രെയിനുകളുടെ വൈകൽ സംബന്ധിച്ച് അറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അത്യുഷ്ണത്തിൽ ഒറ്റപ്പെട്ട പ്രദേശത്ത് മണിക്കൂറുകൾ ട്രെയിൻ പിടിച്ചിടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. ചില ദീർഘദൂര സർവീസുകൾ കഴിഞ്ഞ ദിവസം ഷൊർണൂരിൽ 3.5 മണിക്കൂർ വരെയാണ് പിടിച്ചിട്ടത്. വേഗവർധനയുടെ ഭാഗം കൂടിയായ പ്രവൃത്തികളോടനുബന്ധിച്ച് വന്ദേ ഭാരതിന് ഉൾപ്പെടെ നിയന്ത്രണമുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ കോഴിക്കോട് വരെയുള്ള ജോലികൾ പകുതി പൂർത്തിയായിട്ടുണ്ട്. ജൂൺ 1 അത്യാവശ്യ ജോലികൾ തീർക്കാനാണ് ശ്രമം. ഭാരതപ്പുഴ പാലത്തിലെ 2 ലൈനുകളുടെയും സ്ലീപ്പറുകളുടെയും ഗർഡറും മാറ്റുന്നതാണ് പ്രധാന ജോലി. മുകൾ ലൈനിലെ പണി പൂർത്തിയായി. താഴത്തെ ലൈനിൽ ആരംഭിച്ചു. ട്രാക്കുമായി ബന്ധപ്പെട്ട ജോലികൾ രാത്രി നടത്താനേ കഴിയൂ. കോഴിക്കോട് കണ്ണൂർ മേഖലയിലെ പുതിയ പാലത്തിന്റെ ഇലക്ട്രിക് ജോലി, നേത്രാവതി പാലം കഴിഞ്ഞ് ലൈൻ തിരിയുന്നിടത്ത് സബ്വേ, പാലക്കാട് തേനൂർ പറളി അടിപ്പാത എന്നിവയുടെ പ്രവൃത്തി അടുത്ത ദിവസം തുടങ്ങും. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും കൊടിതോരണങ്ങളും അതത് മുന്നണികൾ ഉടൻ തന്നെ നീക്കം ചെയ്ത് സഹകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ അതൊരു നല്ല മാതൃകയായിരിക്കും.
ഉടനടി എല്ലാ ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ധർമ്മടം മണ്ഡലത്തിൽ സൃഷ്ടിച്ച മാതൃക ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്കും ചെയ്യാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ഭാഗമായി മത്സരിച്ചാണ് മുന്നണികൾ ബോർഡുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ ബോർഡുകളെല്ലാം ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. നാടിനെ മാലിന്യമുക്തമായി സൂക്ഷിക്കാനുള്ള ഇടപെടലുകളുടെ നേതൃത്വമായി രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മാറണം. എല്ലാ ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്തെന്ന് ഉറപ്പാക്കി ജനങ്ങൾക്ക് മുൻപിൽ ഇക്കാര്യം പ്രഖ്യാപിക്കാൻ സ്ഥാനാർത്ഥികൾ തയ്യാറാവണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അധ്യയന വർഷാരംഭവും കാലവർഷവും ഉൾപ്പെടെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബോർഡുകൾ, ഹോർഡിങ്ങുകൾ എന്നിവ അപകടങ്ങൾക്കും കാരണമാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ കാലത്ത് വിവിധ ഫാൻസ് അസോസിയേഷനുകൾ സമാനമായ ചലഞ്ച് ഏറ്റെടുത്തിരുന്നു. മെയ് 10 മാറ്റാത്ത എല്ലാ ബോർഡുകളും നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കും. ഈ നടപടിക്ക് ആവശ്യമായ തുക അതാത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈടാക്കുവാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമപരമായി അധികാരമുണ്ട്. സ്വന്തം നിലയ്ക്ക് പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യുന്നില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവ നീക്കി അതിന്റെ ചെലവ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈടാക്കാനുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മെയ് 20 ഉപയോഗശൂന്യമായ എല്ലാ ബോർഡുകളും, ഹോർഡിങ്ങുകളും കൊടിതോരണങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ട്രാക്ടറിൽ എത്തിച്ച മാലിന്യം റോഡരികിൽ തള്ളുന്നതിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് വണ്ണാമട ചിറ്റൂർ റോഡിൽ 6 മൈൽ ഭഗവതി കോളനിയുടെ ഭാഗത്താണ് മാലിന്യം റോഡരികിൽ തള്ളിയിട്ടത്. 5 ലോഡ് മാലിന്യം റോഡരികിൽ തള്ളിയ ശേഷം പിന്നീടും കൊണ്ടുവന്നതോടെയാണ് നാട്ടുകാർ തടഞ്ഞത്. സമീപത്തെ റോഡ് പണി നടക്കുന്നിടത്തു നിന്നുള്ള മണ്ണുൾപ്പെടെയുള്ള മാലിന്യമാണിതെന്നാണ് കരാറുകാരൻ പറഞ്ഞത്. എന്നാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന മാലിന്യം ഈ പ്രദേശത്ത് തള്ളാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കൊഴിഞ്ഞാമ്പാറ SI M നാസറിന്റെ നേതൃത്വത്തിൽ പോലീസ് ട്രാക്ടർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് നടത്തിയ ചർച്ചയിൽ തള്ളിയ മാലിന്യം തിരികെ കൊണ്ടുപോകാമെന്ന് കരാറുകാരന്റെ ഉറപ്പിന്മേൽ വാഹനം വിട്ടയച്ചു. കാറിൽ കടത്തിയ 190 ഗ്രാം മെറ്റാഫെറ്റമിനുമായി മലപ്പുറം തിരൂർ സ്വദേശിയെ നാട്ടുകൽ പോലീസ് സാഹസികമായി പിടികൂടി. നാട്ടുകൽ പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപം നടത്തിയ പരിശോധനയിലാണ് തിരൂർ മുത്തൂർ വലിയ പീടികയ്ക്കൽ അബൂബക്കർ സിദ്ദിഖ് പിടിയിലായത്. പാലക്കാട് ജില്ലാ പോലീസ് പിടികൂടുന്ന വലിയ ലഹരി മരുന്ന് കേസാണിത്. കടന്നുകളയാൻ ശ്രമിക്കവേ കാറിന്റെ ചില്ല് തകർത്താണ് പോലീസ് യുവാവിനെ പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ തിരൂർ താനൂർ പ്രദേശത്ത് ലഹരി വിൽപ്പനയുടെ മുഖ്യ കണ്ണിയായ ഇയാൾ കുറച്ചു നാളുകളായി മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരികയാണെന്നും പോലീസ് പറയുന്നു. കുറച്ചു ദിവസങ്ങളായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കടത്താൻ ഉപയോഗിച്ച കാറും കൈവശമുണ്ടായിരുന്ന 61,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ഇയാളുടെ പേരിൽ നാട്ടുകൽ സ്റ്റേഷനിൽ ലഹരി മരുന്ന് കേസുണ്ടെന്നും പോലീസ് അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് DYSP TS ഷിനോജ്, ജില്ലാ നർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ, ഇൻസ്പെക്ടർ ബഷീർ സിച്ചിറക്കൽ, സബ് ഇൻസ്പെക്ടർ PG സദാശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസുകാരായ S വിജയൻ, രാജീവ് എന്നിവർ ഉൾപ്പെട്ട നാട്ടുകൽ പോലീസും സബ് ഇൻസ്പെക്ടർ H ഹർഷാദിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. ദേശീയപാതയിൽ പുതിയ അടിപ്പാതകൾ വരുന്നു. ദേശീയപാത 544 പാലക്കാടിനും ചാലക്കുടിക്കുമിടയിൽ പുതിയ 11 അടിപ്പാതകളുടെ വെഹിക്കിൾ അണ്ടർപാസ് VUP നിർമ്മാണം തുടങ്ങി. പാലക്കാട് ജില്ലയിൽ കാഴ്ചപ്പറമ്പ്, കുഴൽമന്ദം, ആലത്തൂർ, സ്വാതി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് അടിപ്പാത വരുന്നത്. ഉയരം കൂടിയ വലിയ വാഹനങ്ങൾക്ക് അടിയിലൂടെ പോകാവുന്ന വിധമായിരിക്കും നിർമ്മാണം.
18 മാസം കൊണ്ട് പണി പൂർത്തിയാക്കും. അടിപ്പാതകൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് ആദ്യം ദേശീയപാതയുടെ ഇരുവശത്തും സർവീസ് പാത നിർമ്മിക്കും. തുടർന്ന് ഗതാഗതം ഇതുവഴി തിരിച്ചുവിട്ട ശേഷമേ ദേശീയപാതയുടെ സ്പീഡ് ട്രാക്ക് വരുന്ന ഭാഗം പൊളിച്ച് അടിപ്പാത നിർമ്മാണം ആരംഭിക്കൂ. ഗതാഗത തടസ്സം പരമാവധി ഒഴിവാക്കുവാനാണിത്. പുതുതായി നിർമ്മിക്കുന്ന അടിപ്പാതകൾ 4 മീറ്റർ ഉയരമുള്ളതായിരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അധികാരികൾ അറിയിച്ചു. വീതി 12 മീറ്റർ ആയിരിക്കും. ബസ്സും ടോറസ് ലോറിയും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. അടിപ്പാതകളുടെ ദർഖാസിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് എന്നായിരുന്നതിനാൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ കഴിയൂവെന്ന തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പുതിയങ്കം കാട്ടുശ്ശേരി വേലയുടെ എഴുന്നള്ളത്ത് രാത്രി ദേശീയപാത മുറിച്ചു കടന്നാണ് സ്വാതി കവലയിലെ പുതുക്കുളങ്ങരക്കാവിലേക്ക് എത്തുക. ഉയരം കുറഞ്ഞ അടിപ്പാത വന്നാൽ ആനയെഴുന്നള്ളത്തിന് തടസ്സമാകുമെന്ന ആശങ്കയും ഇല്ലാതായി. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ജോയിന്റുകളിലെ കോൺക്രീറ്റ് പണി പൂർത്തിയായി. പാലക്കാട് ദിശയിലേക്കുള്ള പാലത്തിൽ 4 ജോയിന്റുകളാണ് തകരാറിനെ തുടർന്ന് കുത്തിപ്പൊളിച്ച ശേഷം കോൺക്രീറ്റ് ചെയ്തത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പാലം തുറക്കുമെന്ന് പന്നിയങ്കര ടോൾ കമ്പനി അധികൃതർ അറിയിച്ചു. നിലവിൽ തൃശൂർ ദിശയിലേക്കുള്ള പാലത്തിലൂടെയാണ് ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. പാലക്കാട് ദിശയിലേക്കുള്ള പാലം തുറന്ന ശേഷം തൃശൂർ ദിശയിലേക്കുള്ള പാലത്തിൽ ജോയിന്റുകൾ നന്നാക്കുന്നതിനായി അടയ്ക്കും. പാലം ഗതാഗതത്തിനായി തുറന്ന ശേഷം 60ഓളം തവണയാണ് മേൽപ്പാലത്തിലെ ജോയിന്റുകൾ കുത്തിപ്പൊളിച്ച് നന്നാക്കിയത്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇടയ്ക്കിടെ കുത്തിപ്പൊളിക്കേണ്ടി വരുന്നതെന്നാണ് ആരോപണം. കുത്തിപ്പൊളിക്കൽ ആവർത്തിക്കുമ്പോഴും ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് കാര്യമായ നടപടികളും ഉണ്ടാകുന്നില്ല. പാലത്തിനു പുറമെ റോഡിൽ പല ഭാഗങ്ങളും കുത്തിപ്പൊളിച്ച് റീടാറിംഗ് നടത്തുന്നുണ്ട്. ഭാരവാഹനങ്ങൾ പോകുമ്പോൾ റോഡിന്റെ പ്രതലം താഴ്ന്ന് ചാലുപോലെയാകുന്നതിനെ തുടർന്നാണ് കുത്തിപ്പൊളിച്ച് നന്നാക്കുന്നത്. കുതിരാനിൽ ഇടതു തുരങ്കത്തിൽ കോൺക്രീറ്റ് പണി നടക്കുന്നതിനാൽ വലതു തുരങ്കത്തിലൂടെ ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. വൈദ്യുതി ഉപയോഗം പരിധിക്കപ്പുറം കടന്നാൽ ഗ്രിഡ് സ്വയം നിലച്ച് ഇരുട്ടിലാകും. മുന്നറിയിപ്പുമായി KCB. സംസ്ഥാനത്തെ കനത്ത ചൂടിനെയും ഉഷ്ണക്കാറ്റിനെയും തുടർന്ന് വൈദ്യുതി മേഖലയ്ക്കുണ്ടാകുന്ന തടസ്സം പരിഹരിക്കുന്നതിനും സ്ഥിതിഗതികൾ സംസ്ഥാനമൊട്ടാകെ ഏകോപിപ്പിക്കുന്നതിനും KCB പ്രത്യേകം കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തി. ഫീഡറുകളിലെ ഓവർലോഡ്, സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം, വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലെ വൈദ്യുതി ആവശ്യകതയും ലഭ്യതയും തമ്മിലുള്ള അന്തരം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഏകോപിപ്പിക്കുക ലക്ഷ്യമാക്കിയാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക. തിരുവനന്തപുരത്ത് വൈദ്യുതി ഭവനിലാണ് കൺട്രോൾ റൂം സംവിധാനം. പീക്ക് സമയത്ത് വൈദ്യുതി മേഖലയിലെ പ്രസരണ വിതരണ സംവിധാനം ഒരു പരിധിവരെ പിടിച്ചു നിർത്തുക എന്നത് ലക്ഷ്യമാക്കിയാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക. പ്രസരണം, വിതരണം, ലോഡ് ഡെസ്പാച്ച് സെന്റർ എന്നീ മേഖലകളിലെ ഉദ്യോഗസ്ഥരാണ് കൺട്രോൾ റൂമിലുള്ളത്. അവശ്യ സന്ദർഭങ്ങളിൽ തത്സമയം വേണ്ട തീരുമാനമെടുക്കുവാൻ കൺട്രോൾ റൂമിന് സാധിക്കുന്നതാണ്. വിവിധ പ്രദേശങ്ങൾ വൈദ്യുതിയുടെ ലോഡ് മാനേജ്മെന്റ് നടത്തുന്നതിനും ഓരോ ദിവസത്തെ ലോഡ് വിലയിരുത്തുന്നതിനും കൺട്രോൾ റൂമിന് സാധിക്കും. വസ്ത്രധാരണത്തിന് കർശന വ്യവസ്ഥ പിൻവലിച്ച ഇത്തവണത്തെ നീറ്റ് പരീക്ഷ ജില്ലയിൽ സുഗമമായി നടന്നു. 14 സെന്ററുകളിലായി നടന്ന പരീക്ഷയിൽ 6106 പേർ പരീക്ഷ എഴുതി. 6411 പേരാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. 70% പെൺകുട്ടികളും 30% ആൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. ഫുൾ സ്ലീവും ഡാർക്ക് കളർ വസ്ത്രവും ജീൻസും ഹിജാബുമെല്ലാം ധരിച്ച് കുട്ടികളെത്തി. പരിശോധനയ്ക്ക് ശേഷം ഒരു തടസ്സവുമില്ലാതെ എല്ലാവരും ഹാളിലേക്കും കടന്നു. പൊള്ളുന്ന ചൂടിൽ ഓരോ സെന്ററുകളിലും പ്രത്യേക ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിരുന്നു. വെള്ളക്കുപ്പിയുമായി പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാനും അനുവദിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ ഇനി കേന്ദ്ര നിയന്ത്രിത സെർവറിൽ. കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കാൻ കേരളവും തീരുമാനിച്ചു.
പദ്ധതി പ്രകാരം കാർഡംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെന്ററുകളിലാവും സൂക്ഷിക്കുക. നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ്. പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും. അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ്. ഏതു സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിനു പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി. സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റീഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടാൻ സംസ്ഥാന മന്ത്രിസഭായോഗം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് അനുമതി നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഭക്ഷ്യവകുപ്പാണ്. 30 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം തിരിച്ചെത്തിയ സൈനികന് പിറന്ന നാട് ഊഷ്മള വരവേൽപ്പ് നൽകി. ഇന്ത്യൻ ആർമിയിൽ നിന്ന് 3 പതിറ്റാണ്ട് നീണ്ട സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിച്ച സൈനികൻ സുബേദാർ നൌഷാദ് സാബിന് കല്ലടിക്കോട് വിമുക്ത ഭട സൈനിക കൂട്ടായ്മയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. നാട്ടിലെ യുവാക്കളെ അണിനിരത്തിയുള്ള ഉജ്ജ്വല വരവേൽപ്പ് നവ്യാനുഭവമായി. പരേതനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കല്ലടിക്കോട് പറക്കാട് കാസിം ഖദീജ ദമ്പതികളുടെ പുത്രനാണ് നൌഷാദ്. കാഞ്ഞിക്കുളം സെന്ററിൽ നിന്നും തുറന്ന വാഹനത്തിൽ സന്തോഷപൂർവ്വം ഘോഷയാത്രയായിട്ടെത്തിയ നൌഷാദിനെ പറക്കാട് തറവാട് വീട്ടിലേക്ക് ആനയിച്ചു. മദ്രാസ് റെജിമെന്റ് 19ാം ബറ്റാലിയനിലായിരുന്നു ഔദ്യോഗിക ജോലി തുടക്കം. ഇന്ത്യൻ സേനയുടെ സുപ്രധാന സൈനിക നീക്കങ്ങൾക്കൊപ്പം രാജ്യത്തിനകത്തും പുറത്തും പ്രശംസാർഹമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരായ ഫക്രുദ്ദീൻ, സിദ്ദിഖ്, വിമുക്ത ഭടൻ അഹമ്മദ് കുട്ടി എന്നിവർ നൌഷാദിന്റെ സഹോദരങ്ങളാണ്. കല്ലടിക്കോട് ദീപ സെന്ററിൽ നടന്ന സ്വീകരണ പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് സൈനിക സേവനം ഏറ്റവും വിലപ്പെട്ടതാണ്. തലമുറകളെ പ്രചോദിപ്പിക്കുന്നു. രാഷ്ട്ര പുരോഗതിയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും സ്നേഹവും സമർപ്പണവും ചേർന്നാണ് ഓരോ സൈനികന്റെയും സമർപ്പണമെന്ന് പ്രസംഗകർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KC ഗിരീഷ്, റമീജ, കല്ലടിക്കോടൻ സൈനിക കൂട്ടായ്മയുടെ സാരഥികളായ മുകുന്ദകുമാർ, പ്രമോദ് കുമാർ, N രാജൻ, നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 1983, 84, 1991 പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അംഗങ്ങൾ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുതുകുറിശി ശ്രീ മീൻകുളത്തി ഭഗവതി ശാസ്താ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം 10, 11 തീയതികളിൽ. ഐതിഹ്യ പെരുമ കൊണ്ടും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ വിശുദ്ധി കൊണ്ടും പേരുകേട്ട മുതുകുറിശിയിലെ ശ്രീ മീൻകുളത്തി ഭഗവതി ശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് മാസം 10, 11 തീയതികളിൽ ക്ഷേത്രം താന്ത്രികോത്തമ ബ്രഹ്മശ്രീ പാനാവൂർമന ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടുകൂടി ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ഓഫീസ് വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനം അന്നേ ദിവസം ക്ഷേത്രം തന്ത്രി നിർവഹിക്കുന്നു. 10-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:30 തിരുവാതിരക്കളിയും ശേഷം നാട്ടിലെ കലാകാരന്മാരുടെ കലാസന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ്. 11-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 7:30 പാലക്കാട് കൊടുവായൂർ മൊഴി നാടൻ കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മെയ് 11 രാത്രി 7 മണിക്ക് ക്ഷേത്രം മൈതാനത്തിൽ വെച്ച് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ്. 1-ാം സമ്മാനം തച്ചമ്പാറ ന്യൂസ് ലൈവ് നൽകുന്ന വെള്ളി പാദസരം, 2-ാം സമ്മാനം മൊബൈൽ ഫോൺ, 3-ാം സമ്മാനം പ്രഷർ കുക്കർ, 4-ാം സമ്മാനം അയൺ ബോക്സ്, 5-ാം സമ്മാനം ക്ലോക്ക്, 6-ാം സമ്മാനം നെറ്റ് ബാൻഡ്, 7-ാം സമ്മാനം സ്കൂൾ ബാഗ്, 8-ാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ്, 9-ാം സമ്മാനം ക്ലോക്ക്, 10-ാം സമ്മാനം സീറ്റ് ബോക്സ്, 11-ാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം.
ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും ശുദ്ധജല പദ്ധതികൾ നേരിട്ട പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. ഗായത്രി പുഴയിൽ നിന്ന് ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണയിലേക്ക് വെള്ളം എത്തിച്ച സാഹചര്യത്തിലാണിത്. തൃശൂർ ജില്ലയിലെ കൊണ്ടാഴി ഭാഗത്തു നിന്നുള്ള വെള്ളം ചാലുകീറി മീറ്റ്ന തടയണയിലേക്ക് എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് വിതരണം ചെയ്യാനുള്ള വെള്ളം തടയണയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വേനൽ മഴ കൂടി ലഭിക്കുകയാണെങ്കിൽ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തടയണ വരണ്ടു തുടങ്ങിയ സാഹചര്യത്തിൽ ജലവിതരണത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഒറ്റപ്പാലത്തെ മേഖലകളാക്കി തിരിച്ചായിരുന്നു ജലവിതരണം. ഗായത്രി പുഴയിൽ നിന്ന് തടയണയിൽ വെള്ളമെത്തിച്ചതോടെ ക്രമീകരണം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊടും വേനലും സാമൂഹിക വിരുദ്ധർ തടയണയുടെ ഷട്ടർ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടതുമാണ് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചത്. ആളിയാർ മലമ്പുഴ ഡാമുകളിൽ നിന്നുള്ള വെള്ളം എത്താത്തതും പ്രതിസന്ധിയിലായി. ഒറ്റപ്പാലം നഗരസഭയും ജല അതോറിറ്റിയും മന്ത്രി കെ രാധാകൃഷ്ണനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഗായത്രി പുഴയിൽ നിന്ന് മീറ്റ്ന തടയണയിലേക്ക് വെള്ളം എത്തിക്കാൻ അനുമതി ലഭിച്ചത്. യന്ത്രസഹായത്താൽ ചാലെടുത്ത് വെള്ളം തടയണയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും ശുദ്ധജല സ്രോതസ്സാണ് ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ. പ്രതിദിനം 19.5 MLD വെള്ളം 18,000-ലേറെ കുടുംബങ്ങൾക്കാണ് വിതരണം ചെയ്യുന്നത്. ജലവിതരണ പദ്ധതികളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം കിട്ടാതായതോടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ടാങ്കർ ലോറിയിൽ ജലവിതരണം തുടങ്ങി. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ടാങ്കർ ലോറിയിൽ വെള്ളം വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ജലവിതരണത്തിന് പ്രധാനമായും ആശ്രയിക്കുന്നത് ഭാരതപ്പുഴയിലെ ജലവിതരണ പദ്ധതിയെയാണ്. ഈ പദ്ധതിയിൽ വെള്ളമെത്താത്ത പ്രദേശങ്ങളിൽ കുഴൽക്കിണർ പദ്ധതികളിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായി തുടങ്ങിയതോടെയാണ് പഞ്ചായത്തിലെ പല വാർഡുകളിലും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതായത്. പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളും ധാരാളം വെള്ളം എത്തിക്കാനായി നടപ്പാക്കുന്ന ജലജീവൻ മിഷന്റെ പദ്ധതിയിൽ ഇതുവരെയും ജലവിതരണം ആരംഭിക്കാനായിട്ടില്ല. മാർച്ച് 11-നകം പദ്ധതിയുടെ പണി പൂർത്തിയാക്കി ജലവിതരണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും പദ്ധതിയുടെ പണി തീരാത്തതിനാൽ ഇതുവരെയും ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടില്ല. വല്ലപ്പുഴ ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിൽ വെള്ളം എത്തിക്കുന്ന ഓങ്ങല്ലൂർ വല്ലപ്പുഴ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പണി പൂർത്തിയാകുന്നതോടെ ഇരു പഞ്ചായത്തുകളിലെയും ജലക്ഷാമത്തിന് പരിഹാരമാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒലവക്കോട് താണാവിൽ യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആസുരാക്രമണം. ക്ഷയരോഗ മരുന്നിന് കടുത്ത ക്ഷാമം. ട്രെയിനുകളുടെ വൈകിയോട്ടം ഈ മാസം അവസാനം വരെ തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ച ഫ്ലക്സുകളും കൊടിതോരണങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.